നമസ്കാരം. ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ അത്യാധുനിക F-35B സ്റ്റെൽത്ത് യുദ്ധവിമാനത്തിന് വീണ്ടും സാങ്കേതിക തകരാർ. യാത്രാമധ്യേ സംഭവിച്ച തകരാറിനെ തുടർന്ന് വിമാനം ജപ്പാനിലെ കഗുഷിമ വിമാനത്താവളത്തിൽ അടിയന്തരമായി നിലത്തിറങ്ങി. ഇതിനെ തുടർന്ന് വിമാനത്താവളത്തിലെ വ്യോമഗതാഗതത്തെ ഈ സംഭവം കാര്യമായി ബാധിച്ചുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സമീപകാലത്ത് ഇത് രണ്ടാം തവണയാണ് UK-യുടെ അഭിമാനമായ ഈ 5ാം തലമുറ പോർ വിമാനത്തിന് ഗുരുതര പിഴവുകൾ സംഭവിക്കുന്നത്. സമാനമായ സംഭവമായിരുന്നു തിരുവനന്തപുരത്ത് ഇറങ്ങിയപ്പോൾ സംഭവിച്ചത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് F-35B യുദ്ധവിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അപ്രതീക്ഷിതമായി ഇറക്കേണ്ടി വരികയായിരുന്നു. അന്ന് സംഭവം വലിയ വാർത്തയായിരുന്നു. UK-യിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കുള്ള ദീർഘദൂര യാത്രയ്ക്കിടെ ഹൈഡ്രോളിക് സംവിധാനത്തിലുണ്ടായ തകരാറായിരുന്നു തിരുവനന്തപുരത്ത് ലാൻഡിങ്ങിന് കാരണമായത്. തുടർന്ന് 38 ദിവസത്തോളം വിമാനം തിരുവനന്തപുരത്ത് അറ്റകുറ്റപ്പണികൾക്കായി കിടന്നിരുന്നു. വിമാന നിർമ്മാതാക്കളിൽ നിന്നും UK-യിൽ നിന്നും എത്തിയ വിദഗ്ധ സംഘത്തിന്റെ ആഴ്ചകൾ നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിലാണ് തകരാർ പൂർണ്ണമായി പരിഹരിച്ച് വിമാനം തിരികെ കൊണ്ടുപോകാൻ സാധിച്ചത്. വിമാനം അടിയന്തരമായി താഴെ ഇറക്കി 5 ആഴ്ചയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരത്ത് നിന്ന് തിരികെ പറന്നത്. അടിയന്തര ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഇന്ത്യൻ വ്യോമസേനയും സൗകര്യമൊരുക്കി. വിമാനത്തിനുണ്ടായിരുന്ന ഹൈഡ്രോളിക് സംവിധാനത്തിൻ്റെ ഓക്സിലറി പവർ യൂണിറ്റിനുമാണ് ആദ്യഘട്ടത്തിൽ തകരാർ സംഭവിച്ചത്. തുടർന്ന് വിമാനത്താവളത്തിലെ ഹാങ്കറിൽ നിന്ന് പുറത്തിറക്കി എഞ്ചിനിൻ്റെ ക്ഷമത പരിശോധിച്ച് ഉറപ്പാക്കി.